കടയിൽ നിന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് കാണുന്ന കാഴ്ചയാണ്. കണ്ട ഒരാളിതാ ഇവിടെ ഇറങ്ങണേ ഉള്ളൂ. ഇറങ്ങുന്നേ കണ്ട. രുദ്രു ഫോൺ എടുക്കരുത്. നോ 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 ഫോൺ, നോ ഫോൺ. നീ ഇത് വെച്ച് കളിക്കും. ആ ഫോൺ എവിടെ? ഇത് വെച്ച് കളിക്കും. ഇതാ രുദ്രു നമ്മൾ എവിടെ പോണു? രുദ്രു ഹൈച്ചെയർ വാങ്ങിക്കാൻ പോകുന്ന രുദ്രു. ഹൈച്ചെയർ വാങ്ങിക്കാൻ പോണ? എടാ ഹൈച്ചെയർ വാങ്ങിക്കാൻ പോണ? എവിടെയാണ് പോണ ഹൈച്ചെയർ വാങ്ങിക്കാൻ? ശരിയടാ ശരി. അയ്യോ 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 ദാ പോയി. ഇപ്പോഴെങ്ങനെ ഇറങ്ങുമോ മാഡം? ഇറങ്ങി. അയ്യോടാ മക്കൾ ഇച്ചി കഴിച്ചാ? നമുക്ക് ഡ്രസ്സ് മാറ്റാമേ. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്കിനി കാണാം. രുദ്രക്കുട്ട ഒന്നും കഴിക്കില്ല കേട്ടോ. ഇപ്പം ആദ്യമൊക്കെ ചോറ് കൊടുത്ത സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തുടക്കത്തിൽ ടേസ്റ്റ് പുതുതായിട്ട് വന്നപ്പോൾ കഴിക്കുമായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോൾ കഴിപ്പ് കുറഞ്ഞു. കഴിക്കുന്ന സാധനങ്ങൾ 1-2 തവണ വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം കഴിക്കും. പിന്നെ അതിന് ശേഷം പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വയ്ക്കും. അങ്ങനെയല്ല വയ്ക്കണേ. അതാണ് ഇങ്ങനെ വച്ചോണിച്ചോട് എങ്ങനെയാണ് വയ്ക്കണം. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ മണ്ണന്തിൽ നിൽക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ മണ്ണന്തിൽ എത്തിയിട്ട് അവിടെ ബാങ്കിൽ കയറണം. അങ്ങനെ ഐഷു ബാങ്കിൽ കയറാനായിട്ട് പോയി. അപ്പം അങ്ങനെ ഞങ്ങളത് ഇവിടെ റോഡ് സൈഡിൽ പോസ്റ്റായിട്ടിരിക്കുക. അവളിപ്പോൾ വരും. വന്നിട്ട് വേണം നമുക്ക് ഹൈച്ചെയർ വാങ്ങിക്കാൻ പോകാൻ അല്ലേ മക്കളെ? അതെ. ഒരു ഹായ് കൊടു മക്കളെ. ഹായ് കൊടു. ഹായ് എല്ലാവർക്കും ഒരു ഹായ് കൊടു. ഹായ്. രുദ്ര നമ്മൾ പോവാമോ? അമ്മ വന്നല്ല പോവാമോ? പോവാം. ഹൈച്ചെയർ വാങ്ങിക്കാൻ പോവാം നമുക്ക്. കരയല്ലേ? കുറേ നേരം ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിട്ട് അമ്മയെ കാണാത്തോണ്ട് കരച്ചിൽ തുടങ്ങി. അപ്പോഴത്തേക്ക് അവൾ വന്നോണ്ട് രക്ഷപ്പെട്ടു നമ്മള്. ആണ്ടാ ചിരി വന്നാണ്ടാ 100 വാട്ട് വെട്ടമുള്ളൂ. പോവാം നമുക്ക് പോവാം. പോവാം. ഓക്കെ നമുക്ക് പോവാം. ക്യാമറ മറന്നു വെച്ചാൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. രുദ്രു ചെറുതായിട്ടൊക്കെ സംസാരിച്ചു തുടങ്ങി അല്ലേ രുദ്രു? ക്യാമറ കണ്ട വലിയ പാടിയെന്ന്. രുദ്രന് വിശക്കണെന്തോ. നമ്മൾ ഓൺലൈനൊക്കെ ഒരുപാട് ശ്രമിച്ച് ഈ സംഭവം വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊടുത്താൽ കഴിക്കൂല. അപ്പോൾ ഇവിടെ പറഞ്ഞ് ആഹാരം ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഒരിടത്ത് ഒറ്റയ്ക്ക് സ്റ്റേബിളായിട്ട് ഒരിടത്ത് ഇരിക്കും. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് ടൈം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയണം. അങ്ങനെ നമ്മൾ ഓൺലൈനൊക്കെ ഒരുപാട് ട്രൈ ചെയ്ത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു ഡൗട്ട്, കുഞ്ഞ് അതിലിരിക്കുമോ, നമ്മൾ ഇരുത്തി നമുക്കത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനം വേസ്റ്റ് ആകുമോ എന്നുള്ളൊക്കെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നമുക്ക് റീറ്റെയിലായിട്ട് അടുത്ത് കിട്ടുന്ന സ്ഥലത്ത് പോയി വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിവിടെ ഫസ്റ്റ് ക്രൈയിൽ പോകുന്നത്. ഫസ്റ്റ് ക്രൈയിൽ മാത്രമല്ല നമ്മളിപ്പോ ഓൺലൈന് വാങ്ങാൻ ഫസ്റ്റ് ക്രൈയിൽ ആപ്പ് ഉണ്ട്. എന്നാലും ചിലപ്പോൾ നമുക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്കും ചിലര് റിവ്യൂ ഇട്ടിരിക്കുന്നത് പൊട്ടിപ്പോയിട്ടുണ്ട് എന്നൊക്കെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ വളരെ മോശമായിട്ട് കമന്റ് വാങ്ങിച്ചവരുടെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ റിസ്ക് എടുക്കണ്ട, സാധനം നല്ലതാണെന്നുള്ളത് നമുക്ക് കണ്ടുറപ്പ് വരുത്തി വാങ്ങിക്കാമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഓൺലൈൻ. പിന്നെ ഒരു ഔട്ടിങ്ങോ കൊറേ ദിവസമായി വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയിട്ട്. ഞാൻ കട ജോലി അങ്ങനെ നമ്മളിപ്പോ യാത്രയൊന്നുമില്ല. അങ്ങനെ പഴയ പോലെ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്താണ് നമ്മൾ കൂടുതൽ സമയം ഞാൻ കൂടുതൽ യാത്രയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ വലിയ യാത്രയൊന്നുമില്ല. പിന്നെ കുറച്ചാള് സർജറി കഴിഞ്ഞ് കിടന്നു. കാലിൽ ചെറുതായിട്ട് ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സർജറി കഴിഞ്ഞ് കിടന്നുകൊണ്ട് അങ്ങനെയും പുറത്തൊരിടത്തും പോവാതെ ഫുള്ളി റെസ്റ്റ് ഒക്കെ ആയിരുന്നു. പിന്നെ കടയുടെ തിരക്ക് അങ്ങനെ പിന്നെ രുദ്രു അതിനിടയ്ക്ക് വന്ന്
പിന്നെ രുദ്രന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പുറത്തോട്ടെന്നുള്ള നമുക്കൊരു ഞായറാഴ്ച ആയിട്ട് വീട്ടിൽ കിടന്ന് ഉറക്കും. കൂടുതൽ ഉറങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് ഉറക്കം കൂടുതലുള്ള ആളാണ്. അപ്പം അങ്ങനെ വിചാരിച്ചെങ്കിൽ പിന്നെ പുറത്ത് പോയി ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഈ സാധനം കൂടെ വാങ്ങിക്കാം. മെയിനായിട്ടൊരു റീസൺ അതിൽ 2 റീസൺ പറഞ്ഞിട്ട് ഒരു റീസൺ ഇതാണ് ഔട്ടിങ് മെയിനായിട്ട്. അല്ലേ രുദ്രു? രുദ്രു എല്ലാം ഇങ്ങനെ കേട്ട് പഠിച്ച് പറഞ്ഞതേ ഉള്ളൂ. രുദ്രു എപ്പോഴും കാഴ്ചകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളാ ഒരു ലെവലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സമയം നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആകാശമൊക്കെ നോക്കിയിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ ഫസ്റ്റ് ക്രൈയിലെത്തി. ഫസ്റ്റ് ക്രൈ നടക്ക്. അല്ല ഇതെങ്ങനെ നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒന്ന് പറയാമോ? കൊള്ളാം. പക്ഷെ ഇത് എന്റെ പരിപാടിയൊക്കെ പഠിക്കില്ല. അതെ, ഇരിക്കുവോ? നിനക്കുള്ളതാണ്. ഇരിക്കുവോ? ഇതിന് ഒരുപാട് ഉടുപ്പുകളൊക്കെ വേണം. ബേബി ഹഗിന്റെ ഒക്കെ ഉടുപ്പുകളൊക്കെ ഒരുപാടുണ്ട്. കുഞ്ഞുമണിക്ക് വാങ്ങണം. കുഞ്ഞുമണി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചേണ്ട അനിയത്തി പ്രഗ്നൻ്റ് ആണ്. ആളുടെ ബാവ ഇനി 1 മാസത്തിനുള്ളിൽ എത്തും. ആ ആളിനെയാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കുന്ന ഈ വീല് വീല് ലോക്ക് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ലോക്ക് എല്ലാത്തിനും ലോക്ക് ഉണ്ട്. നമുക്ക് ആവശ്യം എനിക്കിപ്പോൾ റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ മാത്രം നമുക്ക് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാൻ പറ്റും. ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഏത് ലെവൽ വേണം അഡ്ജസ്റ്റ് ചെയ്യാം. അതെല്ലാം 2 സൈഡിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ വീഡിയോ ഞങ്ങൾ അയച്ചു തരാം. മനസ്സിലായോ? ഏതാ ലെവൽ എന്നുള്ളത് അത് നമുക്ക് വെക്കാൻ പറ്റും. ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. കളർ ചേഞ്ചും ഉണ്ട് കേട്ടോ. ഇരുത്തി നോക്കി ആളിരിക്കുന്ന അത് ഇട്ടിട്ട് വെച്ചാലോ. അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ഈ ബാഗിന്റെ പോലെ, സ്കൂൾ ബാഗിന്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഹാപ്പി ചിരിക്കണുണ്ട്. രുദ്ര, ഹലോ, ഇതെവിടെയാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ട ആശാനെ. വേറെ കളർ അതിപ്പോ വയ്ക്കണ്ട, പിന്നെ വയ്ക്കാം. ഓക്കെ, താങ്ക് യു. രുദ്രു, ചെയർ വാങ്ങിച്ചാ? നമ്മള് ചെയർ വാങ്ങിച്ചാ? ഇന്ന് മുതൽ നമ്മള് ചെയർ ഇരുന്നാണ് ആഹാരം കഴിക്കണ, അല്ലേ രുദ്രു? അതെ, കഴിച്ചാ മതി. അങ്ങനെ പറഞ്ഞ് നമ്മള് ഹൈ ചെയർ വാങ്ങിച്ചു.
പറഞ്ഞൊന്നുമല്ല, ആക്ച്വലി എന്റെ സംശയം ഏകദേശം കുറെ മാറി. ഞാൻ അവിടെ ചെന്നപ്പം എന്താ പറയാ, നമ്മള് മാറി, കാര്യം മാറി. എന്താ ഞാൻ വിചാരിച്ചില്ല അതിന്റെ പുറത്തിരുന്ന് കംഫോർട്ട് ആയിട്ടിരിക്കുന്നത്. പക്ഷെ നല്ല കംഫോർട്ട് ആയിട്ടല്ലേ ഇരുന്നത്. കംഫോർട്ട് ആയിട്ടാണ് ഇരുന്നത്. ഞാനും വിചാരിച്ചു കരയാൻ വിളിക്കുന്നു. വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് ചിരിച്ച് അവര് ആ ടേബിളിന്റെ ഇത് ഇളക്കി കൊടുത്തത് വീണ്ടും റീഫിറ്റ് ചെയ്ത സമയത്ത് അതിനെ വെച്ച് തട്ടിക്കളിയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല. അവിടുത്തെ സ്റ്റാഫ് പോയിട്ടൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് ചിരിച്ച് കോപ്പറേറ്റീവ് ആയിരുന്നു. നമ്മള് എന്താ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ ആ ഒരു പെരുമാറ്റം, ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അപ്പൊ അങ്ങനെ അവർക്ക് ആ സാധനം എങ്ങനെ പറഞ്ഞു തരണം എന്നൊക്കെ അവർ കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഡൗട്ട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് നമുക്ക് ഏൽപ്പിച്ചത്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നു. ഇതിൽ തന്നെ 3 ഇതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. റീക്ലെയിം ചെയ്ത് തൊട്ടില് പോലെ ആട്ടാൻ പറ്റും. അത് പറ്റും. നമുക്ക് പിറകെ നിന്ന് ആട്ടിയാ മതി. അത് ഞാൻ കണ്ടില്ല. അത് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതാണോന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ തന്നെ ആണോന്ന് ഞാൻ ചോദിച്ചത്. കുറച്ച് ഹൈ പ്രൈസ് ആണല്ലേ? ഹൈ പ്രൈസ് എന്ന് പറയാൻ പറ്റൂല. പിള്ളേരെ സാധനങ്ങൾക്ക് ഏതാണ് ഹൈ പ്രൈസ്? ഫസ്റ്റ് നോക്കിയ സാധനത്തിന് അവർ പറഞ്ഞ റേറ്റ് ഡിസ്കൗണ്ട് എല്ലാം പോയിട്ട് 7,000-8,000 രൂപയാണ് അവർ പറഞ്ഞത്. പിന്നെ നമുക്ക് അത്രയും കോസ്റ്റ് കൊടുക്കാനല്ലാത്തത് കൊണ്ട് അതിന്റെ തന്നെ വേറെ ബ്രാൻഡ്, അത് വേറൊരു ബ്രാൻഡ് ഇത് പകുതി വിലയ്ക്ക് ബ്രാൻഡ്. അപ്പൊ അത് 4,000 സംതിങ് രൂപയാണ് ഡിസ്കൗണ്ട് പോയിട്ട്. ഞാൻ 4,000 രൂപയ്ക്ക് അത് വാങ്ങിച്ചു. 4,200 സംതിങ് രൂപ. വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഗൈസ്. അപ്പൊ നമ്മള് ഏകദേശം വീടെത്താറായി. രുദ്രക്കോട്ട് ഉറക്കമായി. രുദ്രക്കോട്ട് ഉറക്കം, പാല് കുടിച്ച് ഉറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ ഈ കുഞ്ഞൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Till the next time, this is Anand Nair signing out from Sunday Vlogs. Bye bye.